ഏട്ടത്തിയെ കാണാൻ ശരിക്കും മഹാറാണിയെ പോലെ ആയിരുന്നില്ലേ? ഇപ്പൊ വന്നിരിക്കുന്ന ആ ബർമ്മക്കാരി ഏട്ടത്തിയുടെ അടുത്ത് നീക്കാൻ കൊള്ളാവോ? ഇത്രയും സുന്ദരിയായ ദേവതയെ പോലുള്ള ഏട്ടത്തിയെ വിവാഹം കഴിച്ച എന്റെ ഏട്ടൻ ഒരു കാരണവശാലും ആ സീതാലക്ഷ്മിയുടെ കൂടെ ജീവിച്ചിട്ടുണ്ടാവില്ല. അവര് തെളിവ് കാണിച്ചില്ലേ? അപ്പൊ പിന്നെ എങ്ങനെ വിശ്വസിക്കാണ്ടിരിക്കാം? എനിക്ക് അതിലൊന്നും ഒരു വിശ്വാസമില്ല. എനിക്കും വിശ്വാസം വന്നിട്ടില്ല. പക്ഷെ നിങ്ങളുടെ ചേച്ചി തന്നെയാണല്ലോ അങ്കിളിന് ഒരു ബർമ്മക്കാരിയായിട്ട് ബന്ധമുണ്ടെന്ന കാര്യം പറഞ്ഞത്. എനിക്കറിയാവുന്ന കാര്യം ഞാൻ പിന്നെ മറച്ചു വെക്കണോ? ഏട്ടന് ബർമ്മയിലുള്ള ഒരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്ന കാര്യം ചേച്ചിക്കറിയാം. മാസാമാസം അവർക്ക് പണം അയച്ചിരുന്ന കാര്യവും ചേച്ചിക്ക് നന്നായിട്ടറിയാം. എന്നാൽ ഇവിടെ വന്നിരിക്കുന്നത് അവര് തന്നെയാണെന്ന് ചേച്ചിക്കറിയാമോ? അതെനിക്കറിയില്ല. എന്നാ സീതാലക്ഷ്മിയുടെ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. അത് കുറെ നാള് മുൻപാ. എങ്കിൽ പിന്നെന്താ അരുൺ അവളെ ഇവിടെ താമസിപ്പിക്കുന്നു ചേച്ചി മിണ്ടാതിരുന്നേ? അരുൺ അവളെ സ്വീകരിച്ച് ഈ വീട്ടിൽ താമസിച്ചോളാൻ പറയുമ്പോ ഞാനായിട്ട് എതിർക്കാൻ പറ്റും? എന്തായാലും ഞങ്ങൾക്ക് അവളെ ഇഷ്ടമായില്ല. നമ്മൾ തമ്മിൽ തന്നെ ഒരു ഐക്യം ഇല്ലാത്തപ്പോ ഒരു പരിചയം ഇല്ലാത്ത ഒരാളെ വീട്ടിൽ താമസിപ്പിക്കുന്നത് നല്ലതല്ല. ആ സത്യനാരായണനെ കണ്ടിട്ട് ആളത്ര ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നേ. എനിക്കെന്തോ ഏട്ടന്റെ രഹസ്യബന്ധം ഇവരെങ്ങനെയോ അറിഞ്ഞിട്ട് നമ്മളെ പറ്റിക്കാനായി നാടകം കളിക്കാണെന്നാ തോന്നുന്നേ. എന്തിലത്ര സംശയിക്കണേ? രുക്മിണിയമ്മയുടെ കയ്യിൽ അളിയാൻ കൊടുത്ത സീതാലക്ഷ്മിയുടെ ഫോട്ടോ ഉണ്ടല്ലോ, അതങ്ങെടുത്ത് നോക്കിയാ തീരാവുന്ന പ്രശ്നമുള്ളത്. അതെ ചേച്ചി, ചേച്ചി വേഗം തന്നെ ആ ഫോട്ടോ എടുത്ത് നോക്ക്. ഉറപ്പായിട്ടും ആ ഫോട്ടോയില് ഇപ്പൊ വീട്ടിൽ വന്നിരിക്കുന്നവളായിരിക്കില്ല. ഞാനത് അപ്പൊ തന്നെ എടുത്തു നോക്കണമെന്ന് വിചാരിച്ചതാ. ഇന്ന് ആ ഫോട്ടോ ഞാൻ എവിടെ വെച്ചെന്നൊരു ഓർമ്മ കിട്ടുന്നില്ല. ഒന്ന് സമാധാനമായിട്ട് ആലോചിച്ചു നോക്ക്, ഓർമ്മ വന്നോളും. ഞാൻ ആ ഫോട്ടോ എങ്ങനെയെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിച്ചോണ്ട് വരാം. അതുവരെ ആ വന്നവളോട് വഴക്കിനും വക്കാണത്തിനും ഒന്നും പോകാതെ നിങ്ങളൊന്ന് സമാധാനമായിട്ടിരിക്കും. ഞങ്ങളെ ഉടക്കി ഭരിച്ചു തന്നെ ഇരുന്നു. ആ ഫോട്ടോയിലുള്ളത് അവളല്ലെന്ന് തെളിഞ്ഞ ഒന്ന് അവൾ അറിയ ഈ ദേവി ആരാണെന്ന്. അവളെ ഞാൻ അടിച്ചു പുറത്താക്കിയിരിക്കും. അത് ഞാൻ എവിടെയാ വെച്ചത്? ഇനി ആ ഫോട്ടോ ആൽബത്തിലുണ്ടാവുമോ? ശരി, അലമാരിയിലൊന്ന് നോക്കട്ടെ. ആൽബത്തിലും ഇല്ല. ഒരു ഓർമ്മയും കിട്ടുന്നില്ലല്ലോ. എവിടെയാത്? ഇവളുമാരെല്ലാം കൂടെ എന്നെ വെച്ചേക്കത്തില്ലല്ലോ. ഇനിയിപ്പൊ എന്താ ഒരു വഴി? എന്നെ ശല്യം ചെയ്യാൻ വരരുതെന്ന് പറഞ്ഞതല്ലേ, എന്നിട്ടെന്തിനാ ഇങ്ങോട്ട് വന്നത്? മുരളിയെ കൊണ്ട് നിന്റെ കുഞ്ഞിനും ഭർത്താവിനും ആപത്തുണ്ടെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് മുരളിയെ കണ്ടൊന്ന് സംസാരിച്ച്
അവൻ ഇതുവരെ ചെയ്ത എല്ലാ പാപങ്ങൾക്കും പാപമോചനം നൽകി ഇനി ഒരു പാപവും ചെയ്യാതെ അവനെ തടുക്കാനായിട്ട് വന്നതാണ്. ഫാദർ എന്ത് പറഞ്ഞാലും മുരളി ഇത് അനുസരിക്കില്ല. ഞാൻ പറഞ്ഞത് ഇതുവരെ ആരും അനുസരിക്കാതിരുന്നിട്ടില്ല. മുരളിയെ മാറ്റിയെടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആ വിശ്വാസവും എനിക്കില്ല. പക്ഷെ മുരളിയെ കൊണ്ട് ഇനി നിനക്കൊരു ആപത്തും വരില്ലെന്ന് ഞാൻ ഉറപ്പ് തരാം. ഹലോ ഫാദർ, മോളുടെ പേരെന്താ? എന്റെ പേര് ദേവസേന. ഓ ദേവസേന, നീ ആയിരുന്നു അത്. മോൾക്ക് ഞാൻ ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. താങ്ക് യു ഫാദർ. ആ വാ ഇരിക്കെ. ഫാദർ, ഞാൻ ബ്രിട്ടോ കോൺവെന്റ് സ്കൂളിലാണ് പഠിക്കുന്നത്. ഇന്ന് പ്രയർ മീറ്റിംഗില് ഫാദർ സാന്റാക്ലോസിനെ കുറിച്ച് പറഞ്ഞില്ലേ? അപ്പൊ മുതല് എനിക്ക് സാന്റാക്ലോസിന്റെ കാര്യം മാത്രം മനസ്സില്. എപ്പോഴാ ക്രിസ്മസ് വരിക, എപ്പോഴാ സാന്റാക്ലോസ് വരാന്ന് ഓർത്ത് വെയിറ്റ് ചെയ്തിരിക്കേ ഞാൻ. ആ മോൾക്ക് സാന്താക്ലോസിനെ കാണണോ? ആ കാണണം. പക്ഷെ ആ അപ്പൂപ്പൻ ക്രിസ്മസിന് മാത്രമല്ലേ വരൂ. ആരാ പറഞ്ഞേ? മോളെ പോലുള്ള കുഞ്ഞുങ്ങളെ വിളിച്ച അപ്പ വരും. സത്യാണോ? എന്നൊന്ന് വിളിച്ചേ കാണട്ടെ. ഞാൻ വിളിക്കട്ടെ? റെവറൻ സാന്താക്ലോസ്, ദേവസേനക്ക് നിങ്ങളെ കാണണമെന്ന്. വേഗം വാ. ഞാൻ പറഞ്ഞു ഇപ്പൊ വരും. എവിടെ? വന്നില്ലല്ലോ. ദേ അങ്ങോട്ട് നോക്ക്. Jingle bells, jingle all the way. Oh, what a fun is to ride in one-horse open sleigh. Hi, Christmas Jingle Appupan. bells, jingle all the way. Oh, what a fun is to ride in one-horse open sleigh. Oh, jingle bells, jingle all the way. Oh, what a fun is to ride in a one-horse open sleigh. Oh, jingle bells, jingle all the way. Dashing through the snow in a one-horse open sleigh. Through the fields we go, laughing all the way. Oh, jingle bell, Uncle Santa Claus. La la la, la la la, la 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 la. ദേവസേനെ, സാന്താക്ലോസിന്റെ അഡ്വാൻസ് ക്രിസ്മസ് ഗിഫ്റ്റ്. താങ്ക് യു ക്രിസ്മസ് അപ്പൂപ്പ. God bless you, my child. ബൈ ബൈ. Jingle bells, jingle all the way. What a fun is to ride in one-horse. ദേവസേനെ, സാന്താക്ലോസിന്റെ കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങിച്ചോ? മോൾക്ക് ഇഷ്ടമായോ? എനിക്ക് ഒരുപാട് ഇഷ്ടമായി മോളെ ഫാദർ. ദേവസേനെ, ഇതെന്റെ ലീലാൻഡിയാ, മുരളി അങ്കിളിന്റെ അമ്മ. നമസ്കാരം ഫാദർ. Praise the Lord. ആന്റി ഇതല്ലേ ഫാദർ? ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് സ്പെഷ്യൽ മാസിന് വേണ്ടിയിട്ട് പരിശുദ്ധ മാതാവിന്റെ ചർച്ചയിൽ നിന്ന് വന്നതാ. ശരി, ഫാദറിനെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഫാദർ, ക്രിസ്മസ് അപ്പൂപ്പൻ തന്നെ ഗിഫ്റ്റ്. ഞാൻ മുത്തശ്ശി ഒന്ന് കാണിച്ചിട്ട് വരാം. ആ കാണിച്ചിട്ട് വാ. Bye. ബൈ. എനിക്ക് മുരളി ഒന്ന് കാണണം. മുരളി ഫാദറിന് പരിചയമുണ്ടോ? അറിയാം. എന്തിനാ ഫാദർ അവനെ കാണാൻ വന്നതെന്ന് എന്നോട് പറയുന്നതിൽ വിരോധമുണ്ടോ? നിങ്ങളുടെ മകനെ നിങ്ങൾക്ക് നല്ലവനെന്ന് പറയാൻ കഴിയൂ? ഇനി അങ്ങോട്ട് അവൻ നല്ലവനായിരിക്കും. കർത്താവ് അവനെ മാറ്റിയെടുക്കും. അവനൊരു മാറ്റം ഉണ്ടായാൽ എനിക്കത് വലിയൊരു ആശ്വാസമായിരിക്കും ഫാദർ. അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നത്. അവനോടൊന്ന് വരാൻ പറയൂ. ഇപ്പൊ വരാൻ പറയാം. എടാ മുരളി, നിന്നെ കാണാൻ ഫാദർ ലെവെ താഴെ വെയിറ്റ് ചെയ്യുന്നു. അതാരേ ഈ ഫാദർ ലെവേ? തിരുവെട്ടൂർ മാതാ ദേവാലയത്തിലെ ഫാദറാ. ഹാളിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നീ വേഗം ഇങ്ങോട്ടൊന്ന് വന്നേ. എടാ വാടാ. ആരമ്മേ ഫാദർ? വാ, കാണുമ്പോ മനസ്സിലായിക്കോളും. നമസ്കാരം ഫാദർ. Praise the Lord. അല്ല, എന്നെ എന്തോ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. എന്താ ഫാദർ കാര്യം? വാ, നമുക്ക് വെളിയിൽ പോയി സംസാരിക്കാം. എടാ, ഫാദർ പറഞ്ഞു കേട്ടില്ലേ? നീ ഒന്ന് കൂടെ ചെല്ല്. ഓ ശരി, വരൂ. ഞങ്ങൾ ഇപ്പോൾ വരാം. എന്താ പറഞ്ഞു? നീ നിന്റെ അച്ഛനും കൂടി ചേർന്ന് ഒരാവശ്യമില്ലാതെ ഗംഗയ്ക്കും അരുണിനും ഉണ്ടാക്കിയ കഷ്ടങ്ങളെക്കുറിച്ച് എനിക്കറിയാം. ജാനിയെ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് കൊലപ്പെടുത്തി.
ഇപ്പൊ ദേവസേന അരുണിനെയും കൊല്ലാനുള്ള ശ്രമത്തിലാണല്ലേ? ഇതെല്ലാം നിങ്ങൾക്ക് എങ്ങനെ അറിയാവുന്നേ? ഈ പ്രപഞ്ചം കർത്താവിൻ്റെതാണ്. അതുകൊണ്ട് ഈ ലോകത്ത് ആര് ദൈവത്തിനെതിരെ പ്രവർത്തിച്ചാലും അത് എന്നെപ്പോലെ തിരുവസ്ത്രം ഇട്ടവർക്ക് കർത്താവ് കാണിച്ചു തരും. സംഭവിച്ചു പോയതിനെ കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. നീ ചെയ്തു കൂട്ടിയ എല്ലാ പാപങ്ങൾക്കും ഞാൻ പാപമോചനം വാങ്ങിത്തരാം. പക്ഷെ ഇനിമേലിൽ നീ പാപം ചെയ്യരുത്. ആര് പറഞ്ഞിട്ടാ ഫാദർ ഇവിടെ എന്നെ കാണാൻ വന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് പറഞ്ഞിട്ടാണെന്ന്. കർത്താവല്ല പറഞ്ഞത്, ഇത് പറഞ്ഞത് ജാനകിയല്ലേ? ജാനകി പറഞ്ഞിട്ടാ ഫാദർ ഇവിടെ എന്നെ കാണാൻ വന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഭാഷാബായുടെ സംരക്ഷണത്തിലുള്ള എന്നോട് പകവീട്ടാൻ ജാനകി ഇപ്പൊ ഫാദറിനെ കൂട്ടുപിടിച്ചിരിക്കുക. ഇങ്ങോട്ട് ഫാദറിന് ദൂതയച്ച ആ ജാനകിയോട് പോയി പറഞ്ഞേക്ക്, പരിശുദ്ധ മാതാവിന്റെ ദേവാലയത്തിൽ നിന്നല്ല വത്തിക്കാൻ മഹാദേവാലയത്തിൽ നിന്ന് ആള് വന്നാലും എന്നെ ഒന്ന് സ്പർശിക്കാൻ പോലും പറ്റില്ലെന്ന് പോയി പറഞ്ഞേക്ക്. ജാനകി നിന്റെ അച്ഛനെ കൊന്നപ്പോൾ തന്നെ അവളുടെ ഉള്ളിൽ എത്രമാത്രം പകയുണ്ടെന്ന് നിനക്ക് മനസ്സിലായി കാണുമല്ലോ. അവളെ കുറിച്ച് ഇത്രയൊക്കെ മനസ്സിലാക്കിയിട്ടും അവളോട് പ്രതികാരം തീർക്കാനായി നീ ദേവസേനയെ കൊല്ലാൻ ശ്രമിച്ചാൽ അത് നിനക്ക് തന്നെ ആപത്തായി മാറും. എനിക്ക് എന്ത് ആപത്ത് സംഭവിച്ചാലും ആ ആപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ എന്റെ ഭാഷാബായി ഉണ്ട്. ജാനകിക്ക് എന്റെ രോമത്തെ പോലൊന്ന് തൊടാൻ സാധിക്കില്ല. ഓരോരോ മതങ്ങളുടെയും ആചാരപ്രകാരം ഭസ്മത്തിന്റെ ശക്തി, ഏലസിന്റെ ശക്തി, കുരിശിന്റെ ശക്തി ഇവയെക്കുറിച്ചൊക്കെ അതാത് മതഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അമ്മയുടെ സ്നേഹത്തിന്റെ ശക്തിക്ക് മുന്നിൽ ഇതൊന്നിനും പിടിച്ചു നിൽക്കാനാവില്ല. മാതൃസ്നേഹം ആർക്കും അളക്കാൻ പറ്റാത്ത ഒന്നാണ്. ആ ശക്തിയോട് നിനക്ക് എതിർത്ത് നിൽക്കാൻ കഴിയില്ല. കർത്താവിന്റെ വെളിപാട് കൊണ്ടാണ് ജാനകിയുടെ ആത്മാവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എനിക്കറിയാൻ കഴിഞ്ഞത്. ജാനകിയുടെ ആത്മാവിനെ മോക്ഷം നൽകി തിരിച്ചയക്കുക എന്നതാണ് എൻ്റെ വരവിൻ്റെ ഉദ്ദേശം. കർത്താവിൻ്റെ പാത വിട്ട് സഞ്ചരിക്കുന്ന ജാനകിയുടെ ആത്മാവിനെ തിരുസന്നിധിയിൽ ഞാൻ എത്തിക്കും. അതിനു മുമ്പ് നീ നിന്റെ പ്രതികാര ചിന്തകളൊക്കെ കളഞ്ഞിട്ട് മാനസാന്തരപ്പെടണം. എന്നിലൂടെ പാപമോചനം നേടിയിട്ട് ഒരു മാറ്റത്തിന് തയ്യാറാവൂ. എനിക്ക് നിങ്ങളുടെ പാപമോചനമൊന്നും ആവശ്യമില്ല. എന്റെ അച്ഛനെ കൊന്ന ആ നശിച്ച ജാനകിയോട് എനിക്ക് പ്രതികാരം ചോദിക്കണമെങ്കിൽ ആ അരുണ്യൻ ദേവസേന എനിക്ക് കൊന്നേ മതിയാകൂ. അവരെ രണ്ടുപേരെയും കൊന്ന് ജാനകിയോടുള്ള എന്റെ പക വീട്ടിയാലേ എന്റെ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടൂ. എന്റെ ഉള്ളിലെ പ്രതികാരത്തിന്റെ തീ ആർക്കും ഉണയ്ക്കാനാവില്ല. ഫാദർ, നിങ്ങളൊരു വലിയ മനുഷ്യനാണല്ലോ. ഇതുവരെയും എന്റെ ശത്രു ജാനകി മാത്രമായിരുന്നു. ഇതിൽ കൂടുതൽ നിങ്ങൾ എന്തെങ്കിലും സംസാരിച്ചാൽ നിങ്ങളെയും എനിക്ക് എന്റെ ശത്രുവായിട്ട് കാണേണ്ടി വരും. നിങ്ങളോട് കൈകൂപ്പി ഞാൻ പറയാ, ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പോയിത്താ. നിന്റെ അച്ഛനോട് നിനക്കുള്ള സ്നേഹം കൊണ്ടാ നീ ഇതിന്ന് പിന്തിരിയാത്തത്. ജാനകിക്കും അവളുടെ മോളോടുള്ള സ്നേഹമാണ് നിന്നെ പക വീട്ടാൻ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ പ്രതികാര ചിന്ത ഒരിക്കലും കർത്താവിന്റെ മാർഗമല്ല. ഞാനിവിടെ ഉള്ളിടത്തോളം കർത്താവിന് വിരുദ്ധമായി ഒന്നും നടക്കാൻ അനുവദിക്കില്ല. God bless you. God bless you. അമ്മേ, എന്നെ നീ പറഞ്ഞു പറ്റിക്കായിരുന്നു അല്ലേ? അച്ഛൻ ജയിലിൽ പോയത് നീനോട് കള്ളം പറഞ്ഞല്ലേ? അപ്പൊ ധർമ്മേട്ടൻ ജീവനോടെ ഇല്ല അല്ലേ? അതെ അമ്മേ, ജാനകി അച്ഛനെ കൊന്നു കളഞ്ഞു. അച്ഛനെ കൊന്ന ജാനകിയോട് പ്രതികാരം ചെയ്തിട്ട് ഈ കാര്യം അമ്മയോട് പറയാമെന്ന് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ അതിനു മുൻപ് തന്നെ അമ്മ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയല്ലോ. അമ്മ ഇങ്ങനെ കരയല്ലേ? സ്വത്തിന് പിന്നാലെ അത്യാഗ്രഹം പിടിച്ചു നടന്ന പാവം നിന്റെ അച്ഛനെ ഇങ്ങനെ ഒരു ഗതി വന്നല്ലോടെ മുരളി.
നമുക്കൊരു കൊട്ടാരവും വേണ്ട, നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോവാന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ. അതൊന്നും കേൾക്കാതെ ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ. അമ്മേ, അച്ഛനെ കൊന്നതിന് ആ ജാനകി ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല അമ്മേ. പക്ഷെ അച്ഛൻ മരിച്ച കാര്യം അമ്മ നമ്മുടെ വീട്ടിൽ ആരോടും പറയരുത്. കാരണം നടന്ന വിവരങ്ങൾ അറിഞ്ഞ ഞങ്ങൾ അരുണിനെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്ത കാര്യം ഇവിടെ എല്ലാവരും അറിയുമേ. അച്ഛൻ അരുണിനെ കൊല്ലാൻ ശ്രമിച്ചതുകൊണ്ടാ ജാനകി അച്ഛനെ കൊന്നതെന്ന വിവരം അറിഞ്ഞ അച്ഛന്റെ മേലുള്ള എല്ലാവരുടെയും ബഹുമാനം നഷ്ടമാവും. അച്ഛൻ നമ്മളെയൊക്കെ വിട്ടുപോയെങ്കിലും അച്ഛന്റെ അന്തസ് ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ലമ്മേ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ കാര്യം അമ്മ നമ്മുടെ വീട്ടിലുള്ള ആരോടും പറയരുത്. നിന്റെ അച്ഛൻ മരിച്ചിട്ട് അതോർത്തൊന്ന് കരയാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ നീ ആക്കി വെച്ചല്ലോടാ മോനെ. അയ്യോ എനിക്ക് വയ്യ. നിന്റെ അച്ഛന്റെ താലിയും കഴുത്തിലിട്ട് എനിക്ക് എങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിക്കാൻ കഴിയൂ? അമ്മയുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അച്ഛനെ കൊന്ന ജാനകിയെ ഒട്ടും വൈകാതെ തന്നെ ഞാൻ ഇല്ലാതാക്കും. അതിനുശേഷം അമ്മയ്ക്ക് എന്താണോ ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചെയ്തോ. അതുവരേക്കും അമ്മ ഒന്ന് സമാധാനിക്കും. ഇത്രയും വലിയൊരു മഹാഭാവം അനുഭവിക്കാൻ ഞാൻ എന്ത് തെറ്റാണോ എന്റെ ഈശ്വര ചെയ്തത്? ഇതെങ്ങനെ സഹിക്കുമെന്ന് എനിക്കറിയില്ല. അമ്മേ, അമ്മേ, കരയല്ലേ അമ്മേ, ഇങ്ങനെ കരയല്ലേ അമ്മേ, അമ്മേ, കരയല്ലേ അമ്മേ. എടി ജാനകി, എന്റെ അമ്മ ഇങ്ങനെ കരയിപ്പിച്ചതിനെ ഞാൻ നിന്നെ വെറുതെ വിടില്ല. ഗംഗെ, നീ പോയി കണ്ടോ മോളെ? മാധവി അവിടെ ഉണ്ടോ? ഗംഗയുടെ വീട്ടുകാരൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു അച്ഛാ. അവളിപ്പോ ശരിക്കും സന്തോഷത്തിലാ. എന്നാ മാധവിയെ ഞാൻ അവിടെ കണ്ടില്ല. എവിടെ പോയതാന്നും അറിയില്ല. അവളുടെ മേൽ എപ്പോഴും ഒരു കണ്ണുണ്ടായിരിക്കണം മോളെ. അരുൺ ഗംഗയോട് എങ്ങനെ പെരുമാറുമെന്ന് നിനക്കൊരു പേടി ഉണ്ടായിരുന്നില്ലേ? ഇപ്പൊ ആ പേടി അസ്ഥാനത്തായില്ലേ നന്ദിനി? ഇപ്പൊ നിന്റെ വിഷമങ്ങളെല്ലാം മാറിയില്ലേ നന്ദിനി? ആ വിഷമം എനിക്ക് മാറി അച്ഛാ. പക്ഷെ മായശക്തി കൈക്കലാക്കി വെച്ചിരിക്കുന്ന കാലചക്രങ്ങൾ നമ്മൾ എങ്ങനെ എടുക്കുമെന്നുള്ള വിഷമത്തിലാണ് ഞാനിപ്പോ. ആ മായശക്തി കാലചക്രം ഉള്ളിടത്തേക്ക് പോകുമ്പോൾ കാലചക്രം എവിടെയെന്ന് നമുക്ക് അറിയാൻ കഴിയും. മായശക്തി എപ്പോഴാണ് കാലചക്രം ഉള്ളിടത്തേക്ക് പോവാ? എപ്പോ വേണമെങ്കിലും പോകാം. എന്നാൽ എപ്പോഴവിടെ മായശക്തി പോയാലും ഞാൻ തൂകിയ കുങ്കുമം ഉള്ളിടത്തോളം കറുപ്പനത് എവിടെയെന്ന് കാട്ടി തന്നിരിക്കും. കാലചക്രമുള്ളിടത്തേക്ക് മായശക്തി പോയിക്കൊണ്ടിരിക്കുകയാണ്. കാലചക്രം എവിടെയാ ഉള്ളത് അച്ഛാ? കാലചക്രം എവിടെയുള്ളതെന്ന് ഞാൻ നോക്കി പറയാം. കാലചക്രം എവിടെയെന്ന് കാണിച്ചു താ കറുപ്പ.
കാലചക്രമുള്ള ഇടം എനിക്ക് മനസ്സിലായി. വരൂ പോകാം. ഈ കാട്ടിലുള്ള ഏതോ ഒരു മരമാണ് കറുപ്പൻ എനിക്ക് കാട്ടിത്തന്നത്. കാലചക്രം ഇവിടെ എവിടെയോ ഉണ്ട്. എവിടെയാണെങ്കിലും ഞാനത് അന്വേഷിച്ച് കണ്ടുപിടിച്ചിരിക്കും.